ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് ഓഫ് ഹങ്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ബോർബോൺ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്, ഒരു പാക്കറ്റ്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് പഞ്ചസാരയും സോഡാപ്പൊടിയും പാലും കൂടി ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളതൊരു കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി ഓയിൽ തേച്ച് അതിൽ മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഈ ബാറ്റർ അതിൽ ചേർത്ത് ഒരു 50 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അത് തണുത്തതിന് ശേഷം നമ്മളൊരു ടിന്നിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ പാലും ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സ് കൊണ്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. ഇനി ഐസ്ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കാം. ആ മിക്സ് കൊണ്ട് നമ്മൾ കേക്ക് നല്ലപോലെ സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാലും പഞ്ചസാരയും ഒരു 4-5 ബോർബോൺ ബിസ്ക്കറ്റും കൂടി ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കാം. സെക്കൻഡ് ലെയറാണത്. അത് ഗ്യാസിൽ ആദ്യമേ ബിസ്ക്കറ്റ്സ് ഒന്ന് അലിയുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. അലിഞ്ഞതിന് ശേഷം അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കുക. അധികം തിക്കാവണ്ട, എന്നാൽ അധികം ലൂസ് കൺസിസ്റ്റൻസിയും വേണ്ട. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ചൂട് കൊടുക്കണ തന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂട് കൊടുക്കണ തന്നെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് ലെയർ. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10-20 മിനിറ്റ് തണുക്കാൻ വയ്ക്കുക. ഇനി ഒരു മിൽക്കി ബാറും ഒരു ചോക്ലേറ്റും കൂടി എടുത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് തേർഡ് ലെയറായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ ഒരു ഡയറി മിൽക്ക് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്ത് അത് ഫോർത്ത് ലെയറായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫൈനൽ ലെയറായിട്ട് നമ്മൾ കൊക്കോ പൗഡർ വെച്ച് ഡസ്റ്റ് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം സെർവ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.